ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മട്ടൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഈ ഒരു മട്ടൻ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല പഴുത്ത 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് ആ ഒരു എണ്ണ നല്ലപോലെ തന്നെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആ ഒരു മസാലയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മട്ടൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടനൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മൂത്ത് വന്നിട്ടുള്ള ഉള്ളിയിലേക്ക് നമ്മൾ ആ ഒരു വേവിച്ചെടുത്തിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.